ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ. മാധവം എന്ന യൂട്യൂബ് ചാനലിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്. എല്ലാവരും ആ ലിങ്കിൽ കയറിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പ് വഴി പല കാര്യങ്ങളും സംസാരിക്കാനായിട്ട് പറ്റും. കാരണം പലപ്പോഴും യൂട്യൂബിൻ്റെ ഓരോ വീഡിയോയുടെയും താഴെ വരുന്ന പല കമൻറ്റുകളും ഞാൻ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അത് പലതും നിങ്ങൾ ചെയ്യുന്ന ആ സമയത്ത് അതെൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അതുകൊണ്ട് പല കമൻറ്റുകൾക്കും എനിക്ക് മറുപടി കൊടുക്കാനും സാധിക്കുന്നില്ല. അതെനിക്ക് വളരെ സങ്കടമാകുന്നുണ്ട്. കാരണം ചിലപ്പോൾ ചില അത്യാവശ്യ കാര്യങ്ങൾ ചിലർ ചോദിക്കുന്നു. ഞാൻ ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് മറുപടി കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങാമെന്ന് വിചാരിച്ചത്. നിങ്ങളെല്ലാവരും ആ ലിങ്കിൽ കയറി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ മാഘമേള, അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാനായിട്ട് വന്നിരിക്കുന്നത്. ഒരു അറിയിപ്പാണ്. കേരളത്തിൽ ഒരു മേള വരുന്നു. മാഘമാസം എന്ന് പറയുന്നത് നമ്മൾ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠമായ ഒരു മാസമായിട്ടാണ് കണക്കാക്കുന്നത്. രാജാക്കന്മാരുടെയും സന്യാസിമാരുടെയും മാസമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരുപാട് പ്രത്യേകതയുള്ള മാസമാണ് മാഘമാസം. ഈ മാഘമാസത്തിൽ കഴിഞ്ഞ കുംഭമേള നമുക്കറിയാം. മഹാകുംഭമേള പ്രയാഗ്രാജിലാണ് നടന്നത്. അവിടെ മാഘമേള നടക്കുന്നുണ്ട്. ഗൃഹസ്ഥാശ്രമികളായ മനുഷ്യർ അവിടെ താമസിച്ച് 41 ദിവസമൊക്കെ താമസിച്ച് സ്നാനം ചെയ്ത് പൂജകളൊക്കെ ചെയ്ത് കഴിഞ്ഞുകൂടുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതൊരു കൽപ്പം തപസ് ചെയ്താൽ കിട്ടുന്ന ഫലം അങ്ങനെ ചെയ്താൽ ലഭിക്കുമെന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ വലിയ മേളയാണ് നടക്കുന്നത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പലപ്പോഴും അന്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പലർക്കും ഇതിനെ പറ്റിയിട്ടുള്ള വലിയ ജ്ഞാനമൊന്നും, പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദു മതത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ സനാതന ധർമ്മത്തെ പറ്റിയിട്ടുള്ള വലിയൊരു അറിവ് കേരളത്തിലുള്ള ആളുകൾക്ക് പൊതുവെ കുറവാണ്. എന്നാൽ പണ്ട് കാലത്ത് നമ്മൾ മലയാളികൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള നല്ല ജ്ഞാനമുണ്ടായിരുന്നു. അന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു കുംഭമേള ഉണ്ടായിരുന്നു. അത് ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിലായിരുന്നു ആ മേള ഉണ്ടായിരുന്നത്. പിന്നീട് വന്ന പല സാഹചര്യങ്ങൾ കാരണം ആ മേള ഇല്ലാതായി തീർന്നതാണ്. ഇന്ന് ആ മേള വീണ്ടും പുനർജനിക്കുകയാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് പുനർജനിക്കുന്നു നമ്മുടെ പൈതൃകം. തിരുനാവായ മഹാമാഘം 2026. ഭാരതപ്പുഴയുടെ തീരത്തുള്ള പുണ്യഭൂമിയായ തിരുനാവായ നൂറ്റാണ്ടുകളുടെ ചരിത്രവും ആത്മീയതയും ഇഴചേർന്ന മണ്ണാണ്. നമുക്കറിയാമത്. കേരളത്തിൻ്റെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തിരുനാവായ മഹാമാഘം 2026 ജാനുവരി മാസം 18 തീയതി മുതൽ ഫെബ്രുവരി മാസം 3 തീയതി വരെ അതിവിപുലമായി ആഘോഷിക്കുന്നു. നമ്മുടെ നാടിൻ്റെ പൈതൃകമാണ് ഈ മാഘമേള. ഈ മാഘമാസത്തിൽ ഇപ്പോൾ സംഘടിപ്പിക്കുകയാണ്. പിന്നീട് വലിയ കുംഭമേള അതും നമ്മുടെ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുംഭമേളയ്ക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന സങ്കടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ മാഘമേളയിൽ പങ്കെടുക്കാം. അഥവാ കുംഭമേളയിൽ പോയി അവർക്ക് വീണ്ടും ഈ മേളയിൽ പങ്കെടുക്കാം. അതായത് എല്ലാവർക്കും ഈ മേളയിൽ പങ്കെടുക്കണം, വിജയിപ്പിക്കണം. എന്താണ് ഈ മേളയുടെ പ്രാധാന്യം? എന്താണ് ചരിത്രം? എന്താണ് ഐതിഹ്യം? ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. പണ്ട് ബ്രഹ്മദേവൻ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്ത് ഒരു യാഗം ചെയ്യാനായി തീരുമാനിക്കുന്നു.
പരശുരാമൻ്റെ നിർദ്ദേശപ്രകാരം അപേക്ഷ പ്രകാരമാണ് ബ്രഹ്മദേവൻ അങ്ങനെ തീരുമാനിക്കുന്നത്. നമുക്കറിയാം, ഒരു യാഗം, ആ യാഗത്തിൽ ഒരു യജമാനൻ വേണം. യജമാനൻ പത്നി സമേതനായിട്ട് വേണം യജ്ഞം ചെയ്യാനായിട്ട്. ഇവിടെ യാഗസമയം അടുത്തു. സരസ്വതീ ദേവിയെ കാണുന്നില്ല. ആ സമയത്ത് മുഹൂർത്തം തെറ്റാതിരിക്കുന്നതിന് വേണ്ടി ബ്രഹ്മദേവൻ അവിടെ ഉണ്ടായിരുന്ന ഗായത്രി ദേവിയെ ആ സ്ഥാനത്ത് ഇരുത്തുകയും യജ്ഞം തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ യജ്ഞം തുടങ്ങിയ സമയത്താണ് സരസ്വതി പാർവതിയോടും ലക്ഷ്മിയോടും കൂടി അവിടെ എത്തിച്ചേരുന്നത്. ലക്ഷ്മി ദേവിയെയും പാർവതി ദേവിയെയും കാത്തുനിന്ന് സരസ്വതി ദേവി സമയം വൈകിയതാണ് എന്നാണ് സരസ്വതി ദേവിയുടെ പക്ഷം. ഇവിടെ വന്നപ്പോൾ കാണുന്നത് തൻ്റെ സ്ഥാനത്ത് ഗായത്രി ഇരിക്കുന്നു. സരസ്വതിക്ക് അത് സഹിച്ചില്ല. ദേവി ഗായത്രിയെ ശപിക്കുന്നു. ഗായത്രി ഒരു പുഴയായി തീരട്ടെ എന്നാണ് ശപിച്ചത്. ഇതെന്ത് കഥ? തന്നെ എന്തിനാണ് ശപിച്ചത്? സരസ്വതി താമസിച്ച് വന്നതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്? ഇതൊരു അനാവശ്യമായ ശാപമായി പോയി എന്ന് കരുതിയ ഗായത്രി തിരിച്ച് സരസ്വതിയെയും ശപിക്കുന്നു. സരസ്വതിയും ഒരു നദിയായി തീരട്ടെ എന്നാണ് ശപിച്ചത്. അങ്ങനെ ആ യാഗം മുടങ്ങുന്നു. ഭാരതപ്പുഴയുടെ ഒരു പോഷക നദിയാണ് ഗായത്രി പുഴ എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അങ്ങനെയാണ് ഗായത്രി പുഴ ഉണ്ടായത് എന്നാണ് ഐതിഹ്യം പറയുന്നത്. പിന്നീട് വീണ്ടും പരശുരാമൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ട് ഈ ദേശത്തുള്ള ആളുകളെയും ഈ ദേശത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ബ്രഹ്മദേവൻ വീണ്ടും യജ്ഞം ചെയ്യാനായി എത്തിച്ചേർന്നു. ദേശത്തിൻ്റെ രക്ഷയ്ക്കും ജനങ്ങളുടെ അഭിവൃദ്ധിക്കുമായി അങ്ങനെ പരശുരാമൻ്റെ അഭ്യർത്ഥന പ്രകാരം ബ്രഹ്മദേവൻ യാഗം ചെയ്ത ഭൂമിയാണ് തിരുനാവായയിലെ നിളാതീരം. അതിവിശിഷ്ടമായ മാഘമാസത്തിലാണ് ഈ യാഗം നടന്നത്. യാഗസമയത്ത് ഗംഗാദേവിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലെ എല്ലാ പുണ്യതീർത്ഥങ്ങളും നിളാനദിയിൽ സംഗമിച്ചുവെന്നും അങ്ങനെ നിള ഭാരതപ്പുഴ എന്ന പേരിൽ അറിയപ്പെട്ടു എന്നുമാണ് ഐതിഹ്യം പറയുന്നത്. നമ്മളിൽ എത്ര പേർക്ക് അറിയാമായിരുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ നിളാനദിക്ക് ഭാരതപ്പുഴ എന്ന പേര് വന്നത്? എത്ര പേർക്ക് അറിയാമായിരുന്നു? എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര ശ്രേഷ്ഠമായ, എത്ര പുണ്യ നദിയാണ് നമ്മുടെ കേരളത്തിൻ്റെ നിളാനദിയെന്ന്. പക്ഷേ നമ്മൾ ഒരിക്കലും ആ നദിയുടെ പ്രാധാന്യം അത് ശരിക്കും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നിളാനദിയെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോയത്. ഭാരതപ്പുഴയുടെ അവസ്ഥ നിങ്ങൾക്ക് നേരിട്ടറിയാമല്ലോ. എത്ര ശോചനീയമാണ് പല ഭാഗങ്ങളിലും ആ നദിയുടെ അവസ്ഥ. പക്ഷേ പണ്ട് കാലത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ നദിയുടെ പ്രാധാന്യം അവർ തിരിച്ചറിഞ്ഞിരുന്നു. അവർ ഈ മാഘമാസത്തിൽ അവിടെ ഒരു മേള നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് കാലക്രമേണ പല പല സാഹചര്യങ്ങൾ കൊണ്ട് അത് ഇല്ലാതായതാണ്. ഇപ്പോൾ അത് വീണ്ടും പുനർജനിക്കുകയാണ്. ഇത് ഒരു തുടക്കമാണ്. പിന്നീട് കുംഭമേള പോലെയുള്ള വലിയ മേളകൾ കേരളത്തിന് സ്വന്തമായി വരും എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, വിശ്വസിക്കുന്നത്, എല്ലാവരും പരിശ്രമിക്കുന്നത്. ഈ മേള ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്, അതിന് നേതൃത്വം നൽകിയിരിക്കുന്നത്, നമുക്കറിയാം കുംഭമേളകളിൽ സ്നാനം ചെയ്യാൻ അർഹതയുള്ള സന്യാസി സമൂഹങ്ങളാണ് അഖാഡകൾ. അതിൽ തന്നെ ജുന അഖാഡ എന്ന സന്യാസി സമൂഹമുണ്ട്. ജുന അഖാഡയിലെ മഹാമണ്ഡലേശ്വർ ആനന്ദവന ഭാരതി എന്ന സ്വാമിജിയുടെ നേതൃത്വത്തിലാണ്, അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു മേള നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദിവ്യമായ സാന്നിധ്യം ഈ മേളയിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം സന്യാസിമാരുടെയും മഹത് വ്യക്തികളുടെയും ഒക്കെ സാന്നിധ്യവും
അവരുടെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നിത്യ അന്നദാനം, പൂജകൾ, പ്രഭാഷണങ്ങൾ, മന്ത്രജപങ്ങൾ, പ്രാർത്ഥനകളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും അതിൽ പങ്കെടുക്കാവുന്നതുമാണ്. ഇതൊരു അസുലഭമായ ഒരു അവസരമാണ്. കാരണം വലിയ വലിയ മഹാന്മാരായ മനുഷ്യരെ, സന്യാസികളെ, ഇവരെയൊക്കെ കാണാനും അവരുടെ അനുഗ്രഹങ്ങൾ നേടാനും അവരുടെ മഹത്തായ ആ വചനങ്ങൾ ശ്രവിക്കുവാനും അവരുടെ ആശീർവാദങ്ങൾ സ്വീകരിക്കാനും ഒക്കെ ലഭിക്കുന്ന ഒരു അസുലഭമായ നിമിഷമാണ് നമുക്ക് കൈവരാൻ പോകുന്നത്. ഹിന്ദു പഞ്ചാംഗം അനുസരിച്ചിട്ട് മാഘമാസം സന്യാസിമാരുടെയും രാജാക്കന്മാരുടെയും മാസമായിട്ടാണ് കരുതുന്നത്. മൗനി അമാവാസിയിൽ തുടങ്ങി മാഘപൂർണിമയിൽ അവസാനിക്കുന്ന ഈ കാലയളവ് വ്രതത്തിനും തപസ്സിനും ജപത്തിനും ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് കരുതുന്നു. വസന്തപഞ്ചമി, ഗണേശ ജയന്തി, രഥസപ്തമി, ഭീഷ്മാഷ്ടമി തുടങ്ങിയ ധാരാളം വിശേഷങ്ങൾ ഈ സമയത്ത് വരുന്നുണ്ട്. മാഘമാസത്തിലെ പ്രധാനപ്പെട്ട ആകർഷണമെന്ന് പറയുന്നത് പുണ്യമായ സ്നാനം തന്നെയാണ്. പവിത്രമായ നിളാനദിയിൽ സൂര്യോദയ വേളയിൽ നടത്തുന്ന ഈ മാഘമാസത്തിലെ സ്നാനം നമ്മുടെ കർമ്മശുദ്ധീകരണത്തിന് സഹായിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ പ്രഗത്ഭരായ ആചാര്യന്മാരുടെ ആത്മീയ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ തുടർച്ചയായ മന്ത്രജപങ്ങളും ഭക്തർക്ക് ആത്മീയമായ വളർച്ചയ്ക്ക് സഹായകമാകുന്നു. അതിലെല്ലാം തന്നെ നമുക്ക് പങ്കെടുക്കാവുന്നതുമാണ്. അതുപോലെ നിത്യേനയുള്ള അന്നദാനം അതും അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. വളരെ ശുദ്ധമായ, വൃത്തിയുള്ള, ഗുണമേന്മയുള്ള ആഹാരമാണ് അവിടെ വരുന്ന ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സാംസ്കാരിക പരിപാടികൾ, കേരളത്തിൻ്റെ തനതായ കലാരൂപങ്ങൾ, ഭജനകൾ, ആത്മീയ ചർച്ചകൾ ഇവയൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഭാരതത്തിൻ്റെ സാംസ്കാരികമായ പാരമ്പര്യവും നമ്മുടെ ചരിത്രവും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അസുലഭമായ നിമിഷമാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് പലർക്കും എത്തിച്ചേരാൻ കുംഭമേള പോലെയുള്ള വടക്കേ ഇന്ത്യയിലൊക്കെ നടത്തുന്ന അതുപോലുള്ള മേളകളിൽ പെട്ടെന്ന് പലർക്കും എത്തിച്ചേരാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ വളരെ നമ്മുടെ തൊട്ടടുത്ത് തിരുനാവായയിൽ ഇങ്ങനെ ഒരു സംരംഭം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആരും അത് ഒഴിവാക്കരുത്. മാഘമേളയിൽ ഏറ്റവും പ്രധാനം പുണ്യസ്നാനം തന്നെയാണ്. പ്രധാനപ്പെട്ട ദിവസങ്ങൾ, ആ ദിവസങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം തന്നെ മൗനി അമാവാസി വളരെ ശ്രേഷ്ഠമാണ്. അത് ജാനുവരി മാസം 18-ാം തീയതിയാണ്. പിന്നീട് ഗുപ്ത നവരാത്രി തുടങ്ങുന്നു. ഗുപ്ത നവരാത്രി തുടങ്ങുന്നത് 19-ാം തീയതിയാണ്. ഗുപ്ത നവരാത്രിയെ പറ്റി നമ്മൾ കഴിഞ്ഞ വർഷം വീഡിയോയൊക്കെ ഇട്ടിരുന്നു. എല്ലാവരും കേട്ടിട്ടുണ്ടാകും. എന്താണ് ഗുപ്ത നവരാത്രി, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ വിശദമായ വീഡിയോ കഴിഞ്ഞ വർഷം ഗുപ്ത നവരാത്രി സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. പിന്നീട് നടക്കുന്നത് 19-ാം തീയതി, ജാനുവരി മാസം 19-ാം തീയതി, അന്ന് ധ്വജാരോഹണമാണ്. പിന്നീട് ത്രിമൂർത്തി ഹിൽസിൽ നിന്ന്, അതായത് ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനമായ പൊള്ളാച്ചിക്കടുത്തുള്ള ത്രിമൂർത്തി ഹിൽസിൽ നിന്നും, ത്രിമൂർത്തി മലകളിൽ നിന്ന് ഒരു രഥയാത്ര വരുന്നുണ്ട്. അത് തുടങ്ങുന്നത് 19-ാം തീയതിയാണ്. പിന്നീട് ഗണേശ ജയന്തി വരുന്നത് 22-ാം തീയതിയാണ്. 23-ാം തീയതി വസന്ത പഞ്ചമിയാണ്. രഥസപ്തമിയുണ്ട്. തിരുപ്പതിയിലൊക്കെ വളരെ വിശേഷമായിട്ട് രഥസപ്തമി ആഘോഷിക്കുന്നുണ്ട്. അത് ജാനുവരി മാസം 25-ാം തീയതിയാണ് രഥസപ്തമി. ഭീഷ്മ അഷ്ടമിയുണ്ട് 26-ാം തീയതി. പിന്നീട് മഹാനവമി 29, അതുപോലെ തന്നെ വിജയദശമി 30. ഫെബ്രുവരി മാസം 1-ാം തീയതി അന്ന് മാഘപൂർണിമയാണ്. പിന്നീട് മകം നക്ഷത്രം വരുന്നത് മഹാമകം എന്ന് പറയുന്നത് പുണ്യസ്നാനം, അമൃതസ്നാനം, അത് വരുന്നത് ഫെബ്രുവരി 3-ാം തീയതിയാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ദിവസങ്ങൾ. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും
ശ്രേഷ്ഠം തന്നെയാണ്. എങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. 2026 ജാനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് മാഘമേള നടക്കുന്നത്. കൂടുതൽ വിശദമായ വിവരങ്ങൾ ഞാൻ നമ്മുടെ വാട്സപ്പ് ചാനലിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്യണം. അവിടെ ചെന്ന് നിങ്ങളുടെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഒക്കെ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വളരെ പുണ്യമാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. പരമാവധി ഈ ഒരു മേളയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താലും മതി. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. കാരണം അതൊരു പുണ്യമാണ്. നമ്മൾ കാശി എന്ന പുണ്യ നഗരിയെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. കാശിയിലേക്ക് പോകാൻ നമ്മൾ ഒരാളെ സഹായിച്ചാൽ നമ്മൾ 1000 തവണ കാശിയിൽ പോയി ഗംഗാസ്നാനം ചെയ്തതിന് തുല്യമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതൊരു പുണ്യസ്നാനമാണ്, ഒരു പുണ്യകരമായ ഒരു കാര്യമാണ്. അവിടേക്ക് നമ്മൾ ഒരാളെയെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം അവരോട് പറഞ്ഞ് മനസ്സിലാക്കാനും അവരെ അവിടേക്ക് വിടാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയതിന് തുല്യമാണ്. അതുകൊണ്ട് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വേളയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കണം. നിങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമൊക്കെ അവിടെ ഉണ്ടാകണം. അതുപോലെ തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനെ പറ്റിയിട്ടുള്ള വിശദമായ കാര്യങ്ങളെല്ലാം ഞാൻ വാട്സപ്പ് ചാനലിൽ ഇട്ടേക്കാം. ഈ മേളയുടെ പ്രാധാന്യം നിങ്ങൾ ഉൾക്കൊണ്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ഉൾക്കൊള്ളണം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ മിച്ചം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളണം. പറ്റുന്ന എല്ലാവരും പങ്കെടുക്കണം. നമ്മുടെ കേരളത്തിലാണ്, കൊച്ചു കേരളത്തിലാണ്, തൊട്ടടുത്താണ്. തിരുവനന്തപുരത്തു നിന്നായാലും മലപ്പുറം വരെ പോകുന്നത് ഇന്നത്തെ കാലത്ത് വലിയ കാര്യമൊന്നുമല്ല. എല്ലാവരും പോകണം, പങ്കെടുക്കണം, വിജയിപ്പിക്കണം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എത്ര പേര് ഈ മേളയുടെ കൂടെ ഉണ്ടാകും? എത്ര പേര് പോകും? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേര് സഹായങ്ങൾ ചെയ്യും? എത്ര പേര് മറ്റുള്ള ആളുകളോട് പറയും? ഇതൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ഇടണം. ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അതൊരു പുണ്യകർമ്മമാണ്. അഥവാ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുത്തില്ലെങ്കിലും സാരമില്ല, നിങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്താലും മതി. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നൽകും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ മേളയുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. പരമാവധി പോകാൻ പറ്റുന്ന അത്രയും ആളുകൾ ആ മേളയിൽ പോകണം. നിങ്ങൾ കുറച്ച് ആളുകൾ ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് പോയാലും മതി. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ പരസ്പരം എല്ലാവരോടും സംസാരിക്കണം. ഈ മേളയുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.